മുൻ കോൺഗ്രസ് എംഎൽഎ ആയിരുന്ന ശോഭന ജോർജിനെ പരസ്യമായി അപമാനിച്ച് കെപിസിസി പ്രസിഡന്റ് എം ഹസന്റെ പ്രസ്താവന വിവാദമാകുന്നു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ചെങ്ങന്നൂർ മണ്ഡലത്തിൽ വെച്ചാണ് ഹസന്റെ പ്രസ്താവന. 91-ൽ വിജയകുമാറിനെ കുറുക്കുവഴിയിലൂടെ വെട്ടിയാണ് ശോഭന ജോർജ് സ്ഥാനാർത്ഥിയായതെന്നും അതിന്റെ പിന്നാമ്പുറം ക്യാമറയ്ക്ക് മുന്നിൽ പറയാൻ കഴിയില്ലെന്നുമാണ് ഹസൻ പറഞ്ഞത്. 91-ൽ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരം 14 യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് കേരളത്തിൽ നിയമസഭയിലേക്ക് മത്സരിച്ചത്. അതിൽ ഒരാളായിരുന്നു ചെങ്ങന്നൂരിൽ നിന്നും മത്സരിച്ച ശോഭന ജോർജ്. എന്നാൽ ശോഭന ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം കുറുക്കുവഴിയിലൂടെ നേടിയതാണെന്നും അത് പുറത്തു പറയാൻ കഴിയില്ല എന്നുള്ളതുമായിരുന്നു കെപിസിസി പ്രസിഡന്റ് എം ഹസന്റെ പ്രസ്താവന. പറ്റാത്തത് ഇവിടെ ഒരു ക്യാമറയുടെ മുമ്പിൽ പറയാൻ പറ്റാത്ത കാര്യം അത് രാഷ്ട്രീയമാണ്, വേറെ ഒന്നുമല്ല. ക്യാമറയുടെ മുമ്പിൽ എന്തുകൊണ്ട് അന്ന് അങ്ങനെ വന്നു എന്നുള്ളത് അന്നത്തെ നേതാവായിരുന്നു CK കരുണാകരൻ ജീവിച്ചിരിപ്പില്ല, പിന്നെ ഉള്ളത് AK ആന്റണിയാണ്. അപ്പം ഞാനത് പറഞ്ഞത് അതിൻ്റെ കാരണങ്ങൾ ഒരാൾ മാറി വേറൊരാൾ സ്ഥാനാർത്ഥിയായി വരുന്നതിന് പല കാരണങ്ങളുണ്ട്. അതെല്ലാം മാധ്യമങ്ങളോട് പറയാൻ പറ്റും. ഇതിനെതിരെ ശോഭന ജോർജ് രംഗത്ത് വന്നു. അദ്ദേഹം എന്താണ് ഈ ക്യാമറയ്ക്ക് മുന്നിൽ പറയാനാവാത്തത് സംഭവിച്ചത് എന്നെങ്കിൽ തീർച്ചയായിട്ടും അത് പറയാനുള്ള ഉത്തരവാദിത്തമുണ്ടല്ലോ. ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുക അത് പറയണം എന്ന്. 100% ശരിയല്ലേ. 91-ൽ ശരിക്കും പറയുവാണെങ്കിൽ നമ്മുടെ ശർമാജിയുടെ പേരായിരുന്നു അന്ന് സ്ഥാനാർത്ഥി ലിസ്റ്റിലുണ്ടായിരുന്നത്. പിന്നെ ചില ഗ്രൂപ്പ് സമവാക്യങ്ങളിലാണ് ഒരു വനിതാ പ്രാതിനിധ്യം എന്നുള്ള നിലയിൽ ചരിത്രത്തിൽ ആദ്യമായി കൈപ്പത്തി ചിഹ്നത്തിൽ ചെങ്ങന്നൂരിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഞാനാണ്. അങ്ങനെ 91-ൽ ഞാൻ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നു. അന്ന് മുതലാണ് ഈ മണ്ഡലം ഒരു UDF കോൺഗ്രസ് മണ്ഡലമാകുന്നത്. 2006 വിജയകുമാർ ഇത്ര വലിയ മിടുക്കനായിരുന്നു എങ്കിൽ ഈ അസൻജിയൊക്കെ എന്താണ് വിജയകുമാറിനെ ചെങ്ങന്നൂർ സ്ഥാനാർത്ഥിയാക്കാൻ ഞാൻ 2006 ശാസ്താംകോട്ടയിൽ നിന്ന് ചെങ്ങന്നൂർക്കാർക്ക് ഒരു പരിചയവും ഇല്ലാത്ത ഒരു കൊച്ചിനെ ചെങ്ങന്നൂരിൽ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അപ്പോൾ അവർ പറയുന്നതിൻ്റെ അകത്ത് എവിടെയോ ഒരു ചേരാഴികയുണ്ട്. കോൺഗ്രസിനുള്ളിലെ ചില നേതാക്കൾക്കെതിരെയുള്ള ഒളിയമ്പാണ് കെപിസിസി പ്രസിഡന്റ് നടത്തിയതെന്നും ഇത് വരും ദിവസങ്ങളിൽ കോൺഗ്രസിനുള്ളിൽ ശക്തമായ ഗ്രൂപ്പ് പോരുകൾക്ക് വഴി തുറക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ. മുൻ കോൺഗ്രസ് എംഎൽഎ ആയിരുന്ന ശോഭന ജോർജിനെ അപമാനിച്ച എം ഹസന്റെ നടപടി വിവാദമാവുകയാണ്. ഇതിന് മറുപടി കൂടി ശോഭന ജോർജ് പറഞ്ഞ സ്ഥിതിക്ക് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് ചെങ്ങന്നൂർ സാക്ഷ്യം വഹിക്കുക എന്നുള്ളത് കൂടി ഉറപ്പാകുന്നു. വിവരങ്ങളും വിശദാംശങ്ങളുമായി ഇപ്പോൾ ഷാജി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ഷാജി, ഹസന്റെ പ്രസ്താവനയിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന നടപടികളുണ്ട്, ശോഭന ജോർജ് എന്ന മുൻ കോൺഗ്രസ് എംഎൽഎ അപമാനിക്കുന്ന നടപടികളുണ്ട്, ഒപ്പം അത് വഴിതെളിക്കുന്ന ഒരുപാട് ഗ്രൂപ്പ് പോരാട്ടങ്ങൾക്ക് കൂടി സാക്ഷിയാവുകയാണ് പ്രത്യേകിച്ച് കോൺഗ്രസ്. എന്തൊക്കെയാണ് ശോഭന ഇതേ സംബന്ധിച്ച് പ്രതികരിച്ചത്? അജിംഷാദ്, ഇപ്പോൾ ശോഭന ജോർജിനെതിരെ പ്രധാനമായിട്ടും എം ഹസൻ രംഗത്ത് വരാൻ കാര്യം, ഇപ്പോൾ ശോഭന ജോർജ് ചെങ്ങന്നൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ശോഭന ജോർജ് പറയുന്നത് താൻ 91 മുതൽ മത്സരിക്കുന്ന കാലത്ത് ഇപ്പോഴത്തെ UDF സ്ഥാനാർത്ഥി അതായത് വിജയകുമാർ ഒരിക്കലും UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നില്ല, കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നില്ല. കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് ഇപ്പോൾ കോൺഗ്രസിന്റെ പേരിൽ മത്സരിക്കുന്ന വിജയകുമാർ കോൺഗ്രസിന് വേണ്ടി വോട്ട് പോലും ചെയ്തിട്ടില്ല. തനിക്ക് മാത്രമല്ല PC വിഷ്ണുനാഥ് മത്സരിക്കുന്ന ഘട്ടത്തിൽ പോലും ഇദ്ദേഹം റിബലായിട്ട് അവിടെ പ്രവർത്തിക്കുകയായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ ഇവിടെ മത്സരിപ്പിക്കുന്നതിന് പ്രധാനമായിട്ടും പറയുന്ന ഒരു കാരണം BJPയുടെ വോട്ടുകൾ നേടുന്നതിന് വേണ്ടി മൃദു ഹിന്ദുത്വ സമീപന നിലപാടാണ് ഇവിടെ സ്വീകരിച്ചതെന്നുള്ള പരക്കിയ ഒരു ആക്ഷേപം BJPയുടെ അതോടൊപ്പം തന്നെ LDFന്റെ ഒക്കെ തന്നെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വിവാദം ഉയർന്നു വരുന്നത്. എം ഹസൻ പറഞ്ഞത് ശോഭന ജോർജ് സ്ഥാനാർത്ഥിയായത് 91-ൽ സ്ഥാനാർത്ഥിയായത് ചില കുറുക്കു വഴികളിലൂടെയാണ്, അത് ക്യാമറയ്ക്ക് മുന്നിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് എന്നാണ് അദ്ദേഹം ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത്. അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. ആരെയോ ഉന്നം വെച്ചുകൊണ്ടിട്ടുള്ള ചില സംശയങ്ങൾ വരത്തക്ക രീതിയിലുള്ള ഒരു ധ്വനിയാണ് എം ഹസന്റെ വാക്കുകളിൽ നിന്നും പ്രകടമായിരിക്കുന്നത്. ഇത് കോൺഗ്രസിലെ തന്നെ സംസ്ഥാനത്തെ മുതിർന്ന ചില നേതാവിനെ ഉദ്ദേശിച്ചാണ് എന്നും കോൺഗ്രസുകാർക്കിടയിൽ തന്നെ ചർച്ചയാകുന്നുണ്ട്. എന്തായാലും ശോഭന ജോർജിനെതിരെ ഈ ഘട്ടത്തിൽ എം ഹസൻ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ ഒളിയമ്പ് അത് ചെങ്ങന്നൂർ മണ്ഡലത്തെ വളരെയധികം പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ നിന്ന് തന്നെ വരുന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കോൺഗ്രസ് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ KPCC പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് തന്നെ കൈപ്പത്തിയിൽ 3 തവണ മത്സരിച്ച് കോൺഗ്രസിനെ വിജയിപ്പിച്ച ഒരു സ്ഥാനാർത്ഥിയായിരുന്ന
ശോഭന ജോർജിനെതിരെ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് നടത്തുന്ന ഈ അപമാനകരമായിട്ടുള്ള ഈ ഒരു പ്രസ്താവന വളരെയധികം മോശമാണ് എന്നുള്ളതാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. മാത്രവുമല്ല MMSനെ പോലത്തെ ഒരു വ്യക്തി, അതായത് KPCC പ്രസിഡന്റ് ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്ന ഈ സമയത്ത് UDF സ്ഥാനാർത്ഥിക്ക് പ്രതികൂലമായി വരുന്ന ഒരു പ്രസ്താവന നടത്താൻ പാടില്ല എന്നിരിക്കെ MMS നടത്തിയിരിക്കുന്ന ഈ പ്രസ്താവന വളരെ വില കുറഞ്ഞതാണെന്നും ഇതിനെ ഒരു കാരണവശാലും KPCC പ്രസിഡന്റ് സ്ഥാനത്തിന് യോജിച്ചതല്ല എന്നുള്ളതാണ് കോൺഗ്രസിലെ ചില സംബന്ധ നേതാക്കൾ തന്നെ നമ്മോട് പറയുന്നത്. അതായത് വനിതാ പ്രവർത്തകയെ KPCC അധ്യക്ഷനായിരിക്കുന്ന സ്ഥാനത്തിന് ഭൂഷണമാകാത്ത രീതിയിൽ ഒരു വനിതാ പ്രവർത്തകയെ അപമാനിക്കുന്നു. ശോഭന ജോർജ് എന്നുള്ളതും മുൻ കോൺഗ്രസ് MLA എന്നുള്ളതും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി ഉള്ളതെന്നും ഒക്കെ മാറ്റിവെച്ചാൽ ഒരു വനിതാ പ്രവർത്തകയെ അവമാനിക്കുന്നു. രണ്ട്, തൻ്റെ സ്ഥാനം ഉറപ്പിക്കുക അല്ലെങ്കിൽ ഉള്ളിലെ ഗ്രൂപ്പ് പോരാട്ടങ്ങൾക്ക് പലരെയും ഉപയോഗിക്കുന്നു, തേജോവധം ചെയ്യുന്നു. ഈ രണ്ട് പ്രവർത്തികളാണ് കുറ്റകരമായി ഹസനിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഷാജി, തീർച്ചയായിട്ടും നമുക്കറിയാം ഇപ്പോൾ KPCC പ്രസിഡന്റ് ഒരു മാറ്റം വരാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള ചർച്ചകൾ പുരോഗമിക്കുന്ന ഈ ഘട്ടത്തിലാണ് ചിലരെ ഉന്നം വെച്ചുകൊണ്ട് ചില ഒളിയമ്പുകൾ KPCC പ്രസിഡന്റ് ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അത് കൃത്യമായിട്ടും ആർക്കാണെന്നുള്ളത് കോൺഗ്രസിനകത്തുള്ളവർക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായിട്ട് അത് താൻ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് കൊള്ളട്ടെ എന്ന തരത്തിൽ ഇപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് തന്നെ അതിന്റെ പിന്നിൽ നമുക്ക് വളരെ വ്യക്തമാണ്. അതിന്റെ അർത്ഥം നമുക്ക് വളരെ വ്യക്തമാണ്. എന്തായാലും ഇപ്പോൾ ഈ നേതാവിനെതിരെ ഉയർന്നിരിക്കുന്ന KPCC പ്രസിഡന്റിന്റെ ഈ ഒരു ഒളിയമ്പ് വളരെയധികം പ്രത്യാഘാതങ്ങൾ മണ്ഡലത്തിൽ സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റ് സ്ഥാനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ചർച്ചകൾക്കിടയിലും ഇവർ തമ്മിലുള്ള ഗ്രൂപ്പ് പോര് വളരെയധികം മൂർച്ഛിച്ചിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.